നമസ്കാരം. ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന് പിന്നാലെ അധിക്ഷേപക്കാർക്കെതിരെ പ്രതികരണവുമായി നടി ഹണി റോസ്. സമൂഹ മാധ്യമങ്ങൾ വഴി തനിക്കെതിരെ അധിക്ഷേപം നടത്തിയ യൂട്യൂബ് ചാനലുകൾക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് താരം. ഇതിനിടെ ചാനൽ ചർച്ചയിൽ തന്നെ വിമർശിച്ച രാഹുൽ ഈശ്വറിന് മറുപടി നൽകി. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഹണി റോസിനെ വീണ്ടും വിമർശിച്ച് രാഹുൽ രംഗത്ത് വന്നിരുന്നു. ന്യൂസ് 18 ചാനൽ ചർച്ചയ്ക്കിടയിലാണ് ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ ആഞ്ഞടിച്ചത്. കൂടാതെ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ രാഹുൽ ന്യായീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഹണി റോസിന്റെ പ്രതികരണം. ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഈശ്വറും നടി മാല പാർവതിയും പരസ്പരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഹണി റോസ് സ്വയം മാർക്കറ്റ് ചെയ്തുവെന്നും തന്റെ വിപണന സാധ്യത പ്രയോജനപ്പെടുത്തിയെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ ആരോപണം. ഹണിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ബോബി ചെമ്മണ്ണൂർ ചെയ്തതിൽ ധാർമ്മികമായി യാതൊരു തെറ്റുമില്ല. ഫറ ഷിബില ഉൾപ്പെടെയുള്ള നടിമാർ തന്നെ ഹണി റോസിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ടെന്നും രാഹുൽ ചർച്ചയ്ക്കിടയിൽ ചൂണ്ടിക്കാട്ടി. ഹണി റോസിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ്. ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും. ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും. പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായി ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഹണി റോസിന്റെ കുറിപ്പ്. ബുധനാഴ്ച രാവിലെ 10:30 വയനാട് മേപ്പാടിയിലെ റിസോർട്ട് വളപ്പിൽ വെച്ച് ബോബി ചെമ്മണ്ണൂരിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. വൈകുന്നേരം 7 എറണാകുളത്ത് എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയിലാണ് രാഹുൽ ഈശ്വർ വിവാദ പരാമർശം നടത്തിയത്. രാഹുൽ ഈശ്വറിന്റെ വിവാദ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുന്നതിനെ ന്യായീകരിക്കുന്നില്ല. ലൈംഗിക ചുവയോടെ പരാമർശം നടത്തുന്നത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം തെറ്റാണ്. എന്നാൽ ഇതോടൊപ്പം ചർച്ച ചെയ്യേണ്ട ഒരു നിലപാട് നടി ഫറ ഷിബിലയുടേതാണ്. ആൺനോട്ടങ്ങളെയും ഈ നാടിൻ്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും അതിബുദ്ധിപരമായിട്ടാണ് ഹണി റോസ് ഉപയോഗിച്ചതെന്നാണ് ഫറ ഷിബില പറയുന്നത്. കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. അവർ ഒരു സ്ത്രീയാണ്, അഭിനേത്രിയാണ്, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഹണി റോസ് വരുന്ന അതേ മേഖലയിൽ നിന്നുള്ള ആളാണ്. വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തൻ്റെ തന്നെ വീഡിയോ റീഷെയർ ചെയ്യുക വഴി എന്ത് മാതൃകയാണ് ഹണി റോസ് നൽകുന്നത് എന്ന് ഫറ ഷിബില ചോദിക്കുന്നു. ബോജയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മിതത്വമില്ലെന്ന് പറയുന്നത് പോലെ പലപ്പോഴും ഹണി റോസിന്റെ വസ്ത്രധാരണം വൾഗറാണെന്ന വിമർശനത്തെ എന്തിനാണ് നാം പേടിയോടെ കാണുന്നത്? എന്തിനാണ് അതിനെ അസഹിഷ്ണുതയോടെ കാണുന്നത്? കേരളത്തിലെ ആർക്കെങ്കിലും ഒരിക്കലെങ്കിലും അത് തോന്നാതിരുന്നിട്ടുണ്ടോ? അവരുടെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് എന്ന് തോന്നാത്ത ഒരു മലയാളിയുമില്ല. ധാർമ്മികമായി തെറ്റായ ഒരു കാര്യം ഒരിക്കലും രാഷ്ട്രീയപരമായി ശരിയാകില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ബോച്ചയെ പിടിച്ച് കല്ലെറിഞ്ഞ് സ്ത്രീപക്ഷവാദിയായി ചമയാനും ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് പറയാനുമല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. എന്നാൽ രാഹുൽ ഈശ്വറിന് മറുപടിയുമായി മാല പാർവതി രംഗത്തെത്തി. പൊതുവേദിയിൽ വെച്ച് കുന്തി ദേവിയെ പോലെയുണ്ടെന്ന പരാമർശം രാഹുൽ നടത്തുമോ എന്നായിരുന്നു മാല പാർവതിയുടെ ചോദ്യം. ബോച്ച എന്ന് പറയുന്ന ആൾ മോറലി ശരിയാണെന്നാണ് രാഹുൽ പറയുന്നത്. കാരണം ഹണി റോസ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യവും ധാർമ്മികമായി തെറ്റല്ല എന്നാണ് പറയുന്നതെന്ന് മാല പാർവതി മറുപടി നൽകി. സൈബർ ആക്രമണം തെറ്റ്, എങ്കിലും കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല. എന്നാൽ ഇതിനും രാഹുൽ ഈശ്വർ മറുപടി നൽകിയുണ്ടായി. ഹണി റോസ് പലപ്പോഴും സ്വയം മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അവരിതിൻ്റെ വിപണന സാധ്യത ഉപയോഗിച്ചൊരു വ്യക്തിയാണ് എന്ന് പറയുന്നതിനോട് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. അവരുടെ ഉദ്ഘാടനങ്ങളിൽ അവരുടെ വസ്ത്രധാരണം മനോഹരമായി മാർക്കറ്റ് ചെയ്ത വ്യക്തിയാണെന്ന് രാഹുൽ ഈശ്വർ ആരോപിച്ചു.